ചർച്ചയൊന്നുമില്ല. എന്ത് ചർച്ച? അയ്യോ കുളിച്ചു. സുന്ദര അണ്ണൻ സുന്ദരനായി ഇറങ്ങിയിരിക്കുന്നു. കുളിച്ചു കഴിഞ്ഞാൽ ഉടുപ്പ് കിടാൻ അറിയാം. നല്ല ഉടുപ്പാണല്ലോ. കുളിച്ചണ്ണൻ. ഓ പിന്നെ കുളിച്ചില്ല. പിന്നെന്താ ചെയ്തേ? ഡ്രസ് മാറിയതേ ഉള്ളൂ. ഓ ആര് പറഞ്ഞു? മോൻ കണ്ടറിയാം. കുളിച്ചില്ലേ? ഇവിടെ കുളിക്കാതെ ഡ്രസ് മാറുമോ? ഇതിനൊരു മറുപടി ഉണ്ടെന്ന് പറയാമോ? അതായത് പറഞ്ഞപ്പോ കേസാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ക്രിസ്ത്യാനികൾ പൊതുവിൽ കുളിക്കാറില്ല എന്നുള്ളൊരു സാധനം പൊതുവെ കിടപ്പുണ്ട്. ഈ പള്ളി പോകുമ്പോ ഒരു കുളിക്കാണ്ട് പള്ളി പോകുന്ന ഞാനല്ല. നമുക്ക് ഒന്നിച്ച് വാന്ന് ഞാൻ പറ. സപ്പോർട്ട് ആരാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കിട്ടും. കേസാവാത്ത പറഞ്ഞാൽ മതി. കേസാവുന്ന ചാണ്ടിയുമ്മനെ പറ്റി എന്താ വേറെ പറയാനുള്ളത്? കല്ലറിയിലാണ് കരയുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ മോശം. പിന്നെ കല്ലറയിൽ പോയി എല്ലാ ആഴ്ചയിലും കരയാൻ ഇവൻ എന്നെ സുഖമില്ലാത്തവനാണ്. ആ സമയത്ത് മീഡിയ വരുന്നു. ഇവൻ കരയാൻ പോകുമ്പോ എങ്ങനെയാണ് മീഡിയ അറിയുന്നത്? വീട്ടിൽ കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ അവനെ കൊണ്ട് ചികിത്സിക്കണം. അതിന്റെ ചികിത്സിക്കേണ്ട ആവശ്യം ഇങ്ങനെ ഒരാൾ കരഞ്ഞോണ്ടിരിക്കുന്ന പ്രശ്നം ഉമ്മൻചാണ്ടി മരിച്ചിട്ട് അവന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? കുഴപ്പമുണ്ടല്ലോ. ഇത് നമ്മളീ കുഴപ്പമുണ്ട്. നമുക്ക് കുഴപ്പമുണ്ട്. ഇത് കാണണ്ടേ? അത് കുഴപ്പമില്ല. വേണം കണ്ടാൽ മതി. അവൻ അവന്റെ അപ്പനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതിനുള്ള ഒപ്പം അത് മോശം. അതൊരു കുഴപ്പമല്ല. പക്ഷെ ഇങ്ങനെ നടന്ന് കരയുമ്പോ ഇങ്ങനെ ഓരോ ഇലക്ഷന്റെ സമയമാകുമ്പോ കരച്ചിൽ കൂടും. പറയൂ, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ മീഡിയക്കാരെങ്ങനെ അറിയുന്നത്? ഓ ചാണ്ടിയുമ്മൻ കരയാൻ പോകുമ്പോ മാത്രം മീഡിയ അവിടെ വരുന്ന കേട്ടോ. അതോ അങ്ങനെ ആയിരിക്കത്തില്ല. ഈ മീഡിയ വരുമ്പോൾ ചാണ്ടിയുമ്മൻ അവിടെ ചെല്ലും. ഏതാ കല്ലറയുടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചാണ്ടിയുമ്മൻ കരച്ചിൽ വരും. അങ്ങനെ ആവാനാ സാധ്യത. അല്ലാതെ ചാണ്ടിയുമ്മൻ കരയുന്ന സമയത്ത് മീഡിയക്ക് വരാൻ പറ്റത്തില്ല. അയാളുടെ ഫാദറിനോട് അറ്റാച്ച്ഡ് ആണ്. എന്നാ ഞാൻ ആറാറിനോട് ഇത് തന്നെ ചോദിക്കാം. നമുക്ക് ആറാറിനോട് ചോദിക്കാവേ. ആറെണ്ണ ചാണ്ടിയുമ്മൻ കല്ലറയിൽ ചെല്ലുമ്പോൾ മീഡിയ അവിടെ വരുന്നതാണോ അതോ മീഡിയ കല്ലറ കാണാൻ വരുമ്പോൾ ചാണ്ടിയുമ്മൻ വരുന്നതാണോ? ഞാൻ കല്ലറയിൽ പോകുമ്പോൾ ഒരു മീഡിയക്കാർ വരാറില്ല, കൊണ്ടുവരാറുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ പോകുമ്പോൾ മീഡിയക്കാർ വരുന്നത്? ചാണ്ടിയുമ്മൻ മണപ്പൂരം കൊണ്ടുവന്നാന്ന് തോന്നുന്നില്ല. പിന്നെ യാദൃശ്യമായി സംഭവിക്കുന്നതാണോ? അപ്പൊ പറഞ്ഞാൽ അയാൾ ആക്ടിങ് പറയണം. അയാൾ ആക്ടിങ് ആണോ റിയൽ മെത്തേഡ് ആണോ ബോൺ ആണോ എന്നൊന്നും അല്ല പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എന്ത് ചെയ്യും? മീഡിയക്കാർ വന്ന് എടുത്തതിന് എന്ത് ചെയ്യും? മീഡിയക്കാർ വന്നെടുത്ത എന്ത് ചെയ്യുന്നു? അങ്ങനത്തെ പല ഒക്കേഷനിലെ അയാളെ കൊണ്ട് പോകുന്നത്. ആ പോകുന്ന സമയത്ത് മീഡിയ വന്നതിന് എന്ത് ചെയ്യും? ഇതിനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോകേണ്ടത് ഈ ശവടക്ക് മറ്റേ കല്ലറയിലോട്ടൊക്കെയാണ് ഒരാളെ കൊണ്ടുപോകുന്നത്. താൻ എത്ര പേരെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? അയാളുടെ ഒരു വ്യക്തിപരമായ കാര്യമല്ലോ അത്. നിങ്ങൾ ഈ ഇത്തരം വ്യക്തിപരമായ കാര്യം ഇതിനു മുമ്പ് എത്ര കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ഒത്തിരി രാഷ്ട്രീയക്കാരുണ്ടായിട്ടുണ്ട്, പല പരിപാടി നടത്തിയ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തിട്ടില്ല. കരുണാകരന്റെ ഭാര്യയുടെ സ്ഥലത്ത് അവിടെ പോയിട്ട് കരയുന്ന സീൻ പലപ്പോഴും ചാനൽ വന്നിട്ടുണ്ട്. ഭാര്യ മെച്ച സ്ഥലത്ത് പോയി അവിടെ കരയുന്ന പല സീൻസും പല ഇത് വന്നിട്ടുണ്ടാവും. ഇതൊന്നും അവർ നാച്ചുറലായിട്ട് വരുന്നതാണ്. ഓരോ ഇലക്ഷന്റെ സമയത്തും. ഇലക്ഷൻ സമയത്തല്ല, അയാൾക്ക് അയാളുടെ ഭാര്യയോട് വളരെ ക്ലോസ് ആയിരുന്നു. ഇലക്ഷൻ സമയത്താണ് കൂടുതൽ കണ്ടത്. ചാണ്ടിയുമ്മനെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? മീഡിയക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മീഡിയക്കാരെ എന്തിനാ? ഞാൻ പറഞ്ഞാണല്ലോ, ശ്രീനിവാസൻ വെച്ചപ്പോൾ പല ആൾക്കാരും പറഞ്ഞു എന്തിനാ മീഡിയക്കാരെ കയറ്റുന്ന? ഇത് ഓൺലൈൻ മീഡിയ കടന്നു കയറിയിട്ടുണ്ട് പ്രൈവസിയിലേക്ക്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ശവക്കല്ലറയിലേക്ക് ഓൺലൈൻ മീഡിയയുടെ ഒളിഞ്ഞുകൊണ്ടും മാലാബാർ പറയുന്ന കണ്ടന്റ് എങ്ങനെ ഇത് കണ്ടന്റ് ആവുന്നത്? എന്റെ ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു. ഇത് അത് വെക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ കൊടുത്തോളാം. തനിക്ക് വേണ്ടേ? അതായത് ഞാനേ ചർച്ചയിൽ ആരും മിണ്ടിയില്ല. മാലാബാർ പറഞ്ഞ വളരെ മോശം കാര്യമാണ്. ഇതെങ്ങനെ കണ്ടന്റ് ആവുന്നത്? ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഉള്ള കാര്യങ്ങളാണ് കണ്ടന്റിലേക്ക്. അതൊന്നും അല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചത് അത് മാലാബാർ ഇട്ടേക്ക് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറയുന്ന ചാണ്ടിയുമ്മൻ ഒരു ദിവസം കരയണമെന്ന് തോന്നുന്നു. ചാണ്ടിയുമ്മന് കരയണമെന്ന് തോന്നുമ്പോഴാണോ കല്ലറയിലേക്ക് പോകുന്നത്, അതോ കല്ലറയിൽ എത്തിക്കഴിയുമ്പോഴാണോ ചാണ്ടിയുമ്മന് കരയാൻ തോന്നുന്നില്ല? അതിന്റെ ഷോ കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചത് എന്താണ് ആറെണ്ണ? അതായത് ഒന്ന് ഓരോന്നും ഇതും ചോദിക്കാം. അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ചാണ്ടിയുമ്മന് കരയാൻ തോന്നുമ്പോൾ അങ്ങനല്ല ചാണ്ടിയുമ്മന് കരയാൻ തോന്നുമ്പോൾ കല്ലറയിലേക്ക് പോകുന്നതാണോ? കല്ലറയിൽ പോകുമ്പോൾ കരച്ചു അവിടെ അയാളുടെ ബോഡി ഇറങ്ങുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നാച്ചുറലി ഇമോഷണൽ ആവും. അതായത് കല്ലറ കാണുമ്പോഴാണ് ചാണ്ടിയുമ്മന് കരയാൻ തോന്നുന്നത്. കല്ലറ കാണുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയാളുടെ ഫാദറിനെ കുറിച്ച് ആലോചിക്കും. അവിടെ ചെല്ലുമ്പോൾ മാത്രമാണോ? നമുക്കറിയാം. അല്ലാത്ത നമുക്കറിയാം. കുഴിച്ചിടുന്ന പരിപാടി നിർത്തണം. അതാ സ്ഥലം വേസ്റ്റ് അല്ലേ? ഇതാണ് കത്തിക്കൽ. ഞാൻ അങ്ങോട്ട് ചെതറിയോ ശരിയാണല്ലോ. അല്ലല്ല, വേറെ കാര്യമുണ്ട്. ചാണ്ടിയുമ്മന്റെ പേര് ചാണ്ടി
ഇമ്പാൻ എന്നല്ല എന്താ മറ്റേ അങ്ങനല്ല വേറൊരു പേരിടണം. ചാണ്ടി ചന്ദ്രൻ എന്നായിരുന്നെങ്കിൽ ഇയാൾ എവിടെ പോയിരുന്ന് കരഞ്ഞേനെ, അസ്ഥിത്രം ഉണ്ടാക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് കരയും. മുസ്ലിങ്ങളാ കുറച്ചുകൂടെ ഭേദം. അവരെവിടെയോ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവിടെ ഉണ്ടല്ലേ കബറുണ്ട്. പക്ഷെ കുറച്ച് കാശ് പറഞ്ഞവരാണ് ചിലപ്പോൾ വല്ല പൊതു ശ്മശാനത്തിൽ കൊണ്ട് കരിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം കാണുക. അല്ലല്ല വേറെ കാര്യമുണ്ട്. അയ്യോ ഇമാര് ഫോട്ടോ വെക്കും. ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്, വേറെ ഒന്നുമല്ല. ആരെ കാണിക്കുന്നത്? ചാണ്ടിയുമ്മ തമ്മിൽ ബന്ധം. അതിൽ ചാണ്ടിയുമ്മ ഉമ്മൻചാണ്ടിയോട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഈ കേരളത്തിൽ ആകെ അറ്റാച്ച്ഡ് ആൻഡ് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരേ ഒരു ചാണ്ടിയുമ്മനാണ്. അതിൽ മീഡിയക്കാരെ വിളിച്ചു, എനിക്ക് വേണ്ട. അതിൽ മീഡിയക്കാരെ വിളിച്ചു കൊണ്ടെന്ന് ചെയ്യാണെങ്കിൽ തോന്നുന്നില്ല. എനിക്ക് വേണ്ടോ തനിക്ക് തന്നല്ല ഞാൻ വിചാരിച്ചു പരിപാടിയാണ്. അതല്ല, അതൊരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. അതങ്ങനെ പറയാൻ പാടില്ല. അത് വളരെ മനസ്സിലായി. അതായത് ആറാറിന്റെ ഫാദർ മരിച്ചു. ആറാറിന് എല്ലാ വർഷവും പോയി കരയാറുണ്ടോ? ഞാൻ അല്ലാതെ കരയാം. പല ഇൻസ്റ്റന്റിൽ പലയിടത്ത് ബോംബെക്കാണ് ഞാൻ കണ്ടത്. മീഡിയക്കാർ അറിയത്തില്ല. മീഡിയക്കാർക്ക് അവിടെ കാണും, ഞാൻ കയറ്റിയില്ലല്ലോ. മീഡിയക്കാർക്ക് കന്നഡ കാണണം പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്തില്ലല്ലോ. പിന്നെ അമ്മാര് മുപ്പിൾട്ടേ അവിടെ ആയിരിക്കും. പിന്നെ മീഡിയക്കാർക്ക് കന്നഡയിലായിരിക്കും. ആ ബാർ കൂടി പറ്റില്ല. അല്ല ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞ ഇതിനിവിടെ പലരെയും മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ കത്തിച്ച് കളയാൻ പറയാം. താൻ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. താൻ പറയുന്നത് കേൾക്കും. താൻ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരണ്ട. താൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. ശരിയാണല്ലേ? അല്ല, എന്റെ ഫാദറിന്റെ കാര്യം ഒന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. താൻ എന്റെ ഫാദറിന്റെ കാര്യം ഉമ്മൻചാണ്ടിയുടെ ഫാദറിന്റെ കാര്യം പറയാം. അത് പറഞ്ഞാൽ എന്റെ എന്നെ പിടിച്ച ആട്ടല്ലേ അവിടെ ആ പരിപാടി അവിടെ നടത്തും. എന്റെ ഫാദറിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ എന്താക്കുന്നു വിട്ടു കൊള്ളോട്ടോ. ഞങ്ങളെ കാര്യം ഞാൻ പറയാം. ഫാദറിന്റെ പറ ഏത് ഫാദർ അയാളൊരു പാവ മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പാവ മനുഷ്യൻ. ഉമ്മൻചാണ്ടിക്കാട് മോശമാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഗുണ്ടായിസവും അഴിമതി മാത്രമേ. അതുകൊണ്ട് 10 വർഷം ഭരിച്ചു. അഴിമതിയുണ്ട്, ഗുണ്ടായിസവും ഉണ്ട്. അതല്ലോ ഉമ്മൻചാണ്ടിയൊക്കെ മോശമാണ്. എന്നാണ് അഴിമതി ഉണ്ടെങ്കിലും പിണറായി വിജയൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിണറായി വിജയന്റെ മകന് പോയി കരയാമോ? പറഞ്ഞാൽ അത് ഓക്കെയാണോ?